ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിൻസിഡൻസ് പറഞ്ഞു, സന്താനത്തിന്റെ പടം, സൂര്യയുടെ പടം, ഒപ്പം തന്നെ യോഗിച്ചേട്ടന്റെ പടം. ഈ പടങ്ങളെല്ലാം തമിഴിൽ മിക്കപ്പോഴും ഹിറ്റ് ആകാറുണ്ട് ഇതുപോലുള്ള താരങ്ങളുടെയൊക്കെ. എന്നാൽ മലയാളത്തിൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സൂപ്പർ സ്റ്റാർ പടങ്ങളല്ലാണ്ട് ചെറിയ ചെറിയ സിനിമകൾ എടുക്കുമ്പോൾ പലപ്പോഴും അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല. ചേട്ടൻ എന്താണ് അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് പറയാനുള്ളത്? അത് നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു കണ്ടെത്തലുമാണ് കേട്ടോ. നമ്മൾ ഇതിന്റെ നന്മകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അത്തരം ചില ഭാഗങ്ങളിലേക്ക് കൂടെ നമ്മളുടെ ഒരു ആരാധന അതിര് കിടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ ആരാധന എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറി മറിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാറുന്നതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. പക്ഷെ മലയാളത്തിന്റെ നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഇടം ഇവിടെ നിന്നല്ല. ഇവിടെ ഒരുപാട് രസമുള്ള സംഭവങ്ങൾ. ഭരതൻ സാറിന്റെ സൂര്യയെ പോലെയുള്ള ഒരു നായിക നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കറുത്ത പെൺകുട്ടിയെ കാണുമ്പോൾ ഭരതൻ ടച്ച് എന്നാണ് പറയുന്നത്, വളരെ ആരാധനയോടെ. കാരണം അത് സൂര്യ എന്ന് പറഞ്ഞ നടി ഉണ്ടാക്കിയ അത് ഭരതൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ നായിക നമുക്ക് മലയാളത്തിൽ ഇല്ലല്ലോ ഇപ്പം, ഇല്ല. അതേപോലെ ഒരുപാട് നടന്മാരുടെയൊക്കെ ഇപ്പം സുകുമാരി ചേച്ചിയെ പോലെ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അവരാണ് ദേശീയ അവാർഡ് വാങ്ങിയത്. അരപ്പട്ട കെട്ടിയത് മാളുവമ്മ. അത്തരം കഥാപാത്രങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് എപ്പോഴും ഉണ്ട്. ആക്ടേഴ്സിനൊന്നും ഒരു പഞ്ഞുമില്ലയോ, സ്ഥലമില്ല. അവർ പിന്നെ ജോലി ഇല്ലാതെ ആവുമ്പോൾ 1-2 ദിവസത്തെ വർക്കുകൾ ചെന്ന് അങ്ങനെ പോകേണ്ട ഗതികളിലേക്ക് പോവുകയാണ്. അതിനു പകരം ഇത്തരം ചില സ്ഥലങ്ങളിലേക്കും കൂടെ ഈ സിനിമകൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതിന് പ്രേക്ഷകർ കൂടെ ഒരു പിന്തുണ നൽകേണ്ടത്. ഇവിടെയല്ലേ ഇത്തരം സിനിമകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ്.